ഇത് വന്ന സമയത്ത് ഇങ്ങനെ ഒരു 4K വരണം എന്ന് പറയുമ്പോൾ കുറേ ട്രോളുകളൊക്കെ വന്നു. ഒരു ചാനൽ സ്ഥിരമിട്ട് വെറുപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ട്രോളിയരൊക്കെ വെറുതെ ഇരിക്കേണ്ട കാര്യമാണ്. കാരണം ഷാജി കൈലാസും രഞ്ജിത്തും കൂടെ മമ്മൂക്കയ്ക്ക് വേണ്ടി ചെയ്ത ഒരു പക്ക മാസ അഴിഞ്ഞാട്ടമാണ്. നമ്മളിപ്പോൾ ഒരു ഫാൻ ഫൈറ്റിനൊന്നും തയ്യാറല്ല. ദേവദൂതൻ്റെയും മണിച്ചിത്രത്താഴിൻ്റെ റെക്കോർഡ് തകർക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ 6-ാം വയസ്സിൽ കണ്ടിട്ടുള്ള സിനിമയാണ്. അതിനുശേഷം എനിക്കിപ്പോൾ 30 വയസ്സായി. ആദ്യ ഷോ തന്നെ ഈ ചിത്രം കാണാനുള്ള ഭാഗ്യം ഉണ്ടായ ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞില്ല, അടിപൊളി. രക്ഷ പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ കണ്ട സിനിമയാണ്. ഓക്കെ, സൂപ്പർ, അടിപൊളി. 4K എന്ന് വെച്ചാൽ ഇതാണ് 4K. നല്ല സിനിമയായിരുന്നു. അതിലോ അത്ര നല്ല ക്ലാരിറ്റിയിലാണ് അവരെടുത്തത്. നമ്മൾ ഒരുപാട് മലയാള സിനിമകൾ വന്നു റീ റിലീസായിട്ട്, പക്ഷേ 4K ക്ലാരിറ്റി എന്ന് വെച്ചാൽ ഇതാണ് ക്ലാരിറ്റി. സിനിമയുടെ അഭിപ്രായം നമുക്ക് പുതുതായിട്ടൊന്നും പറയാനില്ല. കാരണം 2000-ലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായിരുന്നു വല്യേട്ടൻ എന്ന സിനിമ. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 2000-ൽ തിരുവോണ ദിവസം തിരുവനന്തപുരം ശ്രീകുമാർ തിയേറ്ററിൽ നിന്ന് ആദ്യ ദിവസം ആദ്യ ഷോ തന്നെ ഈ ചിത്രം കാണാനുള്ള ഭാഗ്യം ഉണ്ടായൊരു വ്യക്തിയാണ്. അപ്പോൾ അതിനുശേഷം നമ്മളിത് ഒരുപാട് TV ചാനലുകളിലും CD ഒക്കെ ഇട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഈ ചിത്രം കണ്ടാൽ മടുക്കത്തില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. പക്ഷേ വീണ്ടും ബിഗ് സ്ക്രീനിൽ കാണാനുള്ളൊരു അവസരം കിട്ടിയത് നമ്മൾ നല്ല രീതിയിൽ വിനിയോഗിച്ചു എന്ന് പറയുമായിരിക്കും സത്യം. കാരണം പുത്തൻ ദൃശ്യ സാങ്കേതിക മികവോടുകൂടിയാണ് ഈ ചിത്രം വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 4K അങ്ങനത്തെ ഒരുപാട് സാങ്കേതിക വിദ്യ അതിൽ കൂടെ വല്യേട്ടനെ നമുക്ക് വീണ്ടും കാണാൻ സാധിച്ചത് അതിന് മുൻകൈ എടുത്ത എൻ്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മൾ അന്ന് ഈ ചിത്രത്തിന് കൊടുത്ത വരവേൽപ്പ് പോലെ ഇന്നും വരവേൽക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. നല്ലതായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ്, കൈരളി ചാനൽ ഇത്രയും ടെലികാസ്റ്റ് ചെയ്ത പടമാണിത്. എന്നിട്ടും പോലും മലയാളികൾ വരികയാണ് മമ്മൂക്കയെ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇപ്പോൾ ദേവദൂതൻ്റെയും മണിച്ചിത്രത്താഴിൻ്റെ റെക്കോർഡ് തകർക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഫസ്റ്റ് ഡേ തന്നെ ഇപ്പോൾ ഏകദേശം ഇത് ഹൗസ്ഫുള്ളായിരുന്നു. OD1 ഹൗസ്ഫുള്ളായിരുന്നു. ഗംഭീരമായിരുന്നു. നല്ല ഇല്ല ഒരിക്കലും ഇല്ല. ഇത് തീരരുതേ എന്നാലും പ്രാർത്ഥന. അത്രയും ഗംഭീരമായിരുന്നു. പാലരുമാണിക്ക് ഒരു ക്ലാസിക് പടമാണല്ലോ, സ്വാഭാവികമായിട്ടും ഇപ്പോൾ അതിന് ആൾ കുറയും. പക്ഷേ ഇതിനോട്ട് അങ്ങനെ ആവില്ല. ഇനിയിപ്പോൾ ഒരുപാട് വരാനുണ്ട്. വടക്കം വരാതെ ആവനാഴിയൊക്കെ ഇനി വരാനുണ്ട്. എന്തായാലും മമത ഫാൻസിന് ഇനി അങ്ങോട്ട് ആഘോഷമാണ്, ഉറപ്പല്ലേ? എന്താ സംശയം? ഇപ്പോൾ തന്നെ ബുക്കിംഗ് എന്താ പറയുക, യെല്ലോ അലർട്ടാണ്. അപ്പോൾ ഈ സ്പെഷ്യൽ 2 ഷോന് യെല്ലോ അലർട്ടാണ്. ഗംഭീരമാണ്. നല്ല തകർക്കും. പടം കൊള്ളാം, നല്ല പടമായിരുന്നു. വീണ്ടും കണ്ടപ്പോൾ അതുപോലെ തന്നെ മമ്മൂക്കയുടെ ആ ലുക്കും ഗ്ലാമറും പൗരുഷവും എല്ലാം തിരുത്തി. അത് ഈ പാലേരി മാണിക്കൊക്കെ ഇറങ്ങിയോണ്ട് അങ്ങനെ പറഞ്ഞു. ഇപ്പം വലിയേട്ടൻ നമ്മൾ നല്ലൊരു പടമാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള പടമാണ്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഒന്ന് കണ്ടല്ലോ, ഇവിടെ കണ്ടല്ലോ നിങ്ങൾ. അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇത് വലിയേട്ടൻ റീ റിലീസാണ്, നമ്മൾ കണ്ട സിനിമയാണ്. പക്ഷേ ഇത് വന്ന സമയത്ത് ആദ്യം എന്താ പറയുക, ഇങ്ങനെ ഒരു 4K വരണം എന്ന് പറയുമ്പോൾ കുറേ ട്രോളുകളൊക്കെ വന്നു. ഒരു ചാനൽ സ്ഥിരമിട്ട് വെറുപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വന്നു. പക്ഷേ അതൊക്കെ ഈ ട്രോളിയരൊക്കെ വെറുതെ ഇരിക്കേണ്ട കാര്യമാണ്. കാരണം ഷാജി കൈലാസും രഞ്ജിത്തും കൂടെ മമ്മൂക്കയ്ക്ക് വേണ്ടി ചെയ്ത ഒരു പക്ക മാസ അഴിഞ്ഞാട്ടമാണ്. അത് 4Kയിൽ വന്നപ്പോൾ എന്താ പറയുക, നമ്മൾ ആ 24 വർഷം മുന്നേ ഞാനന്ന് B ക്ലാസ്സിൽ കണ്ട പടമാണ്. ഇപ്പം ഞാൻ അത് കാണുമ്പോൾ ഒരു ഫ്രഷ് സിനിമ കാണുന്ന ഒരു ഫീൽ. അത്രയ്ക്കും ആ സാധനം ആ എല്ലാ വലിയേട്ട സിനിമയിലുണ്ടല്ലോ. അത് 4Kയിൽ വന്നപ്പോൾ ആ സൗണ്ട് ആയിരുന്നാലും പിക്ചറായിരുന്നാലും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഫാൻ ഫൈറ്റിനൊന്നും തയ്യാറല്ല. പക്ഷേ എന്നായിരുന്നാലും നരസിംഹ അത് വേറൊരു കാറ്റഗറി. പക്ഷേ എന്താ പറയുക, വലിയേട്ടൻ മമ്മൂക്കയുടെ എന്താ പറയുക, ഒരു അഴിഞ്ഞാട്ടമാണ്. അത് എല്ലാവർക്കും അറിയാം. ആ സിനിമ ഒരു സാധാരണ ഒരു ഓഡിയൻസ് കണ്ടിരുന്നാലും ഞാനൊരു ഫാനായതിനെ കൊണ്ട് പറയുന്നില്ല. ആ സിനിമയിൽ മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ്. അതിലേതൊരു സംശയമില്ല. മലയാളികളുടെ വലിയേട്ടൻ മമ്മൂക്ക തന്നെയാണ്. അത് അത്രമാത്രം അത് അടിപൊളിയായിട്ട് മമ്മൂക്ക ആ റോളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് പഴയ സിനിമയിൽ നമ്മളിപ്പം പുള്ളി ചെയ്ത റോളിനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. എന്നാലും നരസിംഹത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടാണ്. ഒരു ഫാൻ ഫൈറ്റിനും തയ്യാറല്ല. അത് വേറൊരു കാറ്റഗറി, ഇത് വേറൊരു കാറ്റഗറി. അല്ലാതെ ഒരു ഫാൻ ഫൈറ്റിന് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ പടം മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 4Kയിൽ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ സിനിമ റിലീസ് ചെയ്യുന്ന കാണാൻ വരുന്നത്. ഞാൻ 6-ാം വയസ്സിൽ കണ്ടിട്ടുള്ള സിനിമയാണ്. അതിനുശേഷം എനിക്കിപ്പോൾ 30 വയസ്സായി. 24 വർഷത്തിന് ശേഷം കാണുമ്പോൾ എൻ്റേതായൊരു സന്തോഷമുണ്ട്. ഞാൻ പുള്ളിയുടെ വലിയ ഫാനുമാണ്. ഗംഭീരമായിട്ടുണ്ട്. മൊത്തത്തിൽ സൂപ്പറാണ്. എല്ലാവരും നല്ല നിറഞ്ഞ കൈയടിയായിരുന്നു സ്ക്രീനിൽ എല്ലാവരും വന്നപ്പോഴേ. ഏകദേശം 10-15 ആർട്ടിസ്റ്റ് ഉണ്ട് മരിച്ചുപോയവർ. അവരെല്ലാം അതിൽ കാണുമ്പോഴേ വലിയ സന്തോഷമുണ്ട്. എല്ലാവരും കൈയടിയും എല്ലാം ഉണ്ടായിരുന്നു.